കോമ്പറ്റീഷൻ്റെ ആൻസർ എങ്ങനെ ചെയ്യാമെന്നാണ്, സൊല്യൂഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചെയ്യേണ്ടത് 3 ടാസ്കുകളുണ്ട്. ഫസ്റ്റ് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അറയിൽ നിന്ന് ഒരു 50 എലമെൻറ്റ്സ് ഉണ്ട്. ഈ അറയിൽ നിന്ന് പ്രൈം നമ്പേഴ്സിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് ഫസ്റ്റ് ടാസ്ക്. ആ കണ്ടുപിടിച്ച സമ്മിൻ്റെ സം ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കലാണ് സെക്കൻഡ് ടാസ്ക്. തേർഡ് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ സെക്കൻഡ് ടാസ്കിൽ നിന്ന് കണ്ടുപിടിക്കുന്ന സം ഓഫ് ഡിജിറ്റ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഫാക്ടോറിയൽ കാണലാണ്. സോ ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രൈം നമ്പർ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനും, അതേപോലെ സം ഓഫ് ഡിജിറ്റ്സ് കാണാനും ഫാക്ടോറിയൽ കാണാനും 3 ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. പിന്നെ മിനിമം നമ്പർ ഓഫ് വേരിയബിൾസ് യൂസ് ചെയ്യണമെന്ന്. നമുക്കൊരു 2 വേരിയബിൾസും പിന്നെ ഒരു ലൂപ്പിനൊരു ചെറിയ സ്കോപ്പുള്ള ഒരു വേരിയബിൾ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം സിമ്പിളായിട്ട് തീർക്കാൻ പറ്റും. സോ ഞാൻ ആദ്യം ഇവിടെ 2 വേരിയബിൾസ് ഡിഫൈൻ ചെയ്യാണ്. ഓക്കെ, ഒരു സമ്മും ഒരു ഐയും ജസ്റ്റ് എന്ത് പേര് കൊടുത്താലും മതി. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ചെയ്യേണ്ട ടാസ്ക് എന്താ വെച്ചാൽ ഈ ഒരു അറയിൽ നിന്നിട്ട് ഇതിലുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കണം. സോ നമുക്കിത് പ്രൈം നമ്പർ ആണോ അല്ലെങ്കിൽ ഓരോ നമ്പർ എടുത്ത് ചെക്ക് ചെയ്യണം. പ്രൈം നമ്പർ ആണെങ്കിൽ ഈ സം എന്നുള്ള വേരിയബിളിലോട്ട് ആ നമ്പർ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു അറേനെ ട്രാവേഴ്സ് ചെയ്യാം. ഓക്കെ, i = 0 മുതൽ 50 ആണ് സൈസ്. ഓക്കെ, i++. ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത്? പ്രൈം നമ്പർ ആണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രൈം നമ്പർ ആണെന്ന് ചെക്ക് ചെയ്യാൻ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. നമുക്ക് ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഇങ്ങനെ കൊടുക്കാം, array of i കൊടുക്കാം. ഓക്കെ, ആണെങ്കിൽ എന്താ പറയുക, ഇതാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സം പ്ലസ് ഈക്വൽ ടു array of i. ഈ സം പ്ലസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ സം ഈക്വൽ ടു സം പ്ലസ് array of i എന്നാണ് കേട്ടോ മീനിങ്. ഇനി നമുക്ക് ഈ ഒരു സംഭവം വേണമെങ്കിൽ ഇവിടെ സിംഗിൾ ലൈൻ അല്ല ഇഫിനുള്ളൂ. സോ നമുക്ക് ഈ ഒരു ബ്രേസസ് വേണമെങ്കിൽ ഒഴിവാക്കാം, ഇതിനും ഒഴിവാക്കാം, കാരണം ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ അറേ മെത്തേഡ് അല്ല ഈസ് പ്രൈം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിൾ നോക്കാം. അപ്പോൾ ഒരു ഇൻറ്റിജറാണ് ഇവിടേക്ക് റിട്ടേൺ വരിക. ഇപ്പോൾ പ്രൈം നമ്പർ ആണെങ്കിൽ 1 എന്ന് റിട്ടേൺ ചെയ്യിക്കണം, പ്രൈം നമ്പർ അല്ലെങ്കിൽ 0 എന്ന് റിട്ടേൺ ചെയ്യണം. സോ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ എഴുതാം, ഈസ് പ്രൈം. ഒരു ലൈൻ അടിക്കുന്നുണ്ട്, നമുക്ക് കുറച്ചുകൂടെ റീഡബിൾ ആവാൻ വേണ്ടിയിട്ട്. ഈസ് പ്രൈം ഒരു ഇൻറ്റിജർ ഇൻപുട്ടാണ് കിട്ടുന്നത്. നമുക്ക് ഒരു n എന്ന് പറയാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് 2 മുതൽ ഈ ഒരു ഇവിടെ ഒരു ലൂപ്പിന് നമുക്കൊരു വേരിയബിൾ ഉണ്ടാക്കാം കേട്ടോ. ഈ ഒരു ലൂപ്പിന് വേണ്ടി മാത്രമാണ് ഈ ഒരു വേരിയബിൾ. ഓക്കെ, ഈ ഒരു ലൂപ്പ് കഴിഞ്ഞാൽ അതിൻ്റെ സ്കോപ്പ് കഴിയും. ഓക്കെ, 2 മുതൽ എന്ത് വരെ നമുക്ക് പ്രൈം നമ്പർ ആണ് നോക്കണം? n/2 വരെ നോക്കാം. ഓക്കെ, അപ്പോൾ n/2ൻ്റെ ഇതിൽ ഡിവിസിബിൾ അല്ലെങ്കിൽ വേറൊരു അത് പ്രൈം നമ്പർ ആയിരിക്കില്ല. എന്ന് വെച്ചാൽ 2 മുതൽ n/2 വരെയുള്ള ഒരു നമ്പറിലും ആ നമ്പർ ഡിവിസിബിൾ അല്ലെങ്കിൽ ആ ഒരു നമ്പർ പ്രൈം നമ്പർ ആവില്ല. നമുക്ക് ഇതിനോടൊരു കണ്ടീഷൻ കൊടുക്കാം, ഇഫ് ഡിവിസിബിൾ ആണോ നോക്കാം. n mod i = 0. ഇതിൽ ഏതെങ്കിലും ഒന്നിനോട് ഡിവിസിബിൾ ആണെങ്കിൽ നമ്മൾ എന്താ റിട്ടേൺ ചെയ്യേണ്ടത്? അപ്പോൾ തന്നെ നമുക്ക് റിട്ടേൺ ചെയ്യാം 0, കാരണം എന്താ അതൊരു പ്രൈം നമ്പർ അല്ല എന്ന് പറഞ്ഞിട്ട്. ഇത് ആണെങ്കിലോ ഇതൊക്കെ സെർച്ച് ചെയ്ത് ഇതിലൊന്നും ഡിവിസിബിൾ അല്ലെങ്കിലോ നമുക്ക് പറയാം അതൊരു പ്രൈം നമ്പർ ആണെന്ന്. സോ നമുക്ക് റിട്ടേൺ 1 ചെയ്യാം. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾ എക്സ്പ്രഷനേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ബ്രേസസ് ഒഴിവാക്കാം. ഈ ഒരു ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലും സിംഗിൾ എക്സ്പ്രഷനേ ഉള്ളൂ. സോ നമുക്ക് അതിൻ്റെ ബ്രേസസും ഒഴിവാക്കാം. സോ നമ്മുടെ കോഡ് ഇങ്ങനെ ഉണ്ടാവും, സെമി കോളൻസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ ഈസ് പ്രൈം ഫംഗ്ഷൻ. അപ്പോൾ നമ്മളിവിടെ ഓരോ നമ്പേഴ്സ് ചെക്ക് ചെയ്തു, ഈസ് പ്രൈമിലോട്ടിട്ടു. പ്രൈം നമ്പർ ആണെങ്കിൽ ഇവിടെ 1 വരും, അപ്പോൾ സം ചെയ്യും. പ്രൈം നമ്പർ അല്ലെങ്കിൽ 0 വരും, അടുത്ത ഇറ്ററേഷനിലോട്ട് പോകും. ഓക്കെ, അങ്ങനെ നമ്മളെ മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ പ്രൈം നമ്പർ ആണോ നോക്കി സം ഓഫ് പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിച്ച്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? അതൊന്ന് പ്രിൻ്റ് ചെയ്യാം, സം ഓഫ് പ്രൈം നമ്പേഴ്സ്. സോ ഞാനൊരു പ്രിൻ്റ് ഓഫ് യൂസ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒരു 2 സ്ലാഷിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എഴുതാം സം ഓഫ് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു %. ഈ സം ഓഫ് പ്രൈം നമ്പേഴ്സ് എവിടെയാണുള്ളത്?
സം എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളാണുള്ളത്. ക്ലിയർ അല്ലേ? ഇനി നമ്മളിവിടെ ഇപ്പോൾ n എന്ന് പറഞ്ഞിട്ടൊരു എക്സ്ട്രാ വേരിയബിൾ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു n എന്നുള്ള വേരിയബിൾ 50 പ്രാവശ്യം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കും നമ്മൾ 50 വാല്യൂസ് കൊടുക്കുമ്പോൾ. സോ നമുക്കിത് വേണമെങ്കിൽ എന്തിൽ ചെയ്യാം? കോൾ ബൈ റെഫറൻസിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കോൾ ബൈ റെഫറൻസ് ആക്കാം ഈ ഒരു പ്രൈം നമ്പേഴ്സിൻ്റെ കോള്. സോ ഈ ഒരു n എന്നുള്ള വേരിയബിളിന് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ array of i പാസ് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ അഡ്രസ്സ് പാസ് ചെയ്യാം. സോ നമ്മൾ ഈ അറയിലുള്ള എലിമെൻറ്റ്സിനെ തന്നെ ആയിക്കോളും. സോ നമുക്ക് ഈ n ഉള്ളിടത്ത് എന്ത് ചെയ്യണം? ഒരു ആസ്റ്ററിസ്ക് ഇട്ട് കൊടുക്കണം. സോ നമ്മൾ സ്റ്റാർ ഇവിടെ ഇട്ട് കൊടുക്കണം, ഇവിടെ ഇട്ട് കൊടുക്കണം. ഇനി വേണമെങ്കിൽ ഇവിടെ ഒരു ബ്രാക്കറ്റൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എന്തായി? നമ്മൾ കോൾ ബൈ റെഫറൻസിലാണ് ഈ ഒരു സംഭവം പാസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു n എന്നുള്ള വേരിയബിൾ ഇനി യൂസ് ചെയ്യില്ല. ഈ ഒരു n എന്നുള്ള വേരിയബിൾ എന്തായിരിക്കും? ഓരോ സ്ഥലത്തെയും ഈ ഒരു അറേൻ്റെ എലമെൻറ്റ്സ് ആയിരിക്കും. a(0), a(1) എന്നുള്ള ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഈ ഒരു സംഭവം വർക്ക് ചെയ്യിക്കുക. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ഈ സം ഓഫ് ഡിജിറ്റ്സ്, സം ഓഫ് പ്രൈം നമ്പേഴ്സിൻ്റെ സം ഓഫ് ഡിജിറ്റ്സ് കാണണം. അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കണം, സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. ഇതും നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോൾ ബൈ റെഫറൻസിൽ ചെയ്യാം. കാരണം നമുക്കിപ്പോൾ സം എന്ന് പറഞ്ഞ വേരിയബിളിൽ സം ഓഫ് പ്രൈം നമ്പേഴ്സ് ഉണ്ട്. പിന്നെ ഈ i എന്നുള്ള വേരിയബിൾ അവിടെ വെറുതെ നിൽക്കുകയല്ലേ. ഇപ്പോൾ ഈ i എന്ന് പറഞ്ഞ വേരിയബിളിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അതിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഡാറ്റ ഇല്ല. വല്ല 15 എങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഈ ഒരു ഐട്രേഷൻ നടന്നതുകൊണ്ട്. സോ നമുക്ക് സം ഓഫ് ഡിജിറ്റ്സ് കാണാം. ഓക്കെ, അതിന് നമുക്കൊരു വോയിഡ് ഫംഗ്ഷൻ ഉണ്ടാക്കിയാൽ മതി. നമ്മൾ കോൾ ബൈ റെഫറൻസിൽ ചെയ്യുന്നതായുണ്ട്. സം ഓഫ് ഡിജിറ്റ്സ് അത് നമുക്ക് ഇൻപുട്ടായിട്ട് നമുക്ക് 2 നമ്പേഴ്സ് എടുക്കാം കേട്ടോ. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ഇൻറ്റ് n എടുക്കാം. കോൾ ബൈ റെഫറൻസ് ആണ്. ഇൻറ്റ് n-ഉം ഒരു ഇൻറ്റ് d-യും ഇടാം. ഓക്കെ, ഓക്കെ, ഇൻറ്റ് n-ഉം ഇൻറ്റ് d-യും ഇട്ട്. ഇനി എന്താ ചെയ്യേണ്ടത് നോക്കാം. ഈ ഡിയിലേക്കാക്കാൻ നമുക്ക് സം ഓഫ് ഡിജിറ്റ്സ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ d നമുക്ക് ആദ്യം 0 ആക്കി ഇനീഷ്യലൈസ് ചെയ്യാം. d = 0. ഇനി നമുക്കൊരു ലൂപ്പ് ചെയ്താൽ മതിയല്ലോ, വൈൽ. നമുക്കിവിടെ ഫോർ ലൂപ്പാണ് യൂസ് ചെയ്യുക. നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്താണെങ്കിൽ ഒറ്റ ലൈനിൽ നമുക്ക് ഈ ഒരു ജോലി കംപ്ലീറ്റ് ആയി കിട്ടും കേട്ടോ. ഇത് നമ്മൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് വൈൽ ലൂപ്പിൽ ഇടുന്നതാണ്. ഈ സ്റ്റാറും പോയിൻ്ററും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്താ പറയുക, എല്ലാവർക്കും മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഫോർ ലൂപ്പ് ഒറ്റ ലൈൻ എഴുതിയിട്ട് നിർത്താണ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ n എന്നുള്ള വേരിയബിളിലോട്ട് നമ്മൾ പാസ് ചെയ്യണം. അപ്പം സം എന്നുള്ള വേരിയബിൾ >0 ആവുന്നിടത്തോളം കാലം എന്ത് ചെയ്യുക? ഈ ഡിയിലോട്ട് സം ബൈ 10, സം മോഡ് 10 ചെയ്യുക. എന്ന് വെച്ചാൽ സമ്മിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് സമ്മിനെ 10 ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആഡ് ചെയ്തുകൊണ്ട് നിൽക്കണം. അപ്പോൾ നമ്മൾ അടുത്ത് എന്ത് ചെയ്യുക? ഈ ഒരു n-നെ 10 ഡിവൈഡ് ചെയ്യുക. സോ ഓരോ ഡിജിറ്റ്സും ഓരോ ഐട്രേഷനിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നമുക്കിത് റിട്ടേൺ ചെയ്യാം. വോയിഡ് ഫംഗ്ഷനായിട്ട് വെറും റിട്ടേൺ കൊടുത്താൽ മതി. ഇത് ശരിക്കും എന്ത് ചെയ്താൽ മതി? ഒരു ഫോർ ലൂപ്പിൽ ഇട്ടാൽ ഒറ്റ ലൈനിൽ പരിപാടി കഴിയും. ഇതെല്ലാം കൂടെ ഇത്ര സാധനം ഒറ്റ ലൈനിൽ എഴുതാനുള്ളൂ. നമ്മൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വൈൽ ലൂപ്പിൽ ഇട്ടത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സം ഓഫ് ഡിജിറ്റ്സിനെ കോൾ ചെയ്യണം. അപ്പോൾ നമുക്ക് സം ഓഫ് ഡിജിറ്റ്സിനെ കോൾ ചെയ്യാം. സം ഓഫ് ഡിജിറ്റ്സ്. ഓക്കെ, സം ഓഫ് ഡിജിറ്റ്സിലോട്ട് നമ്മൾ എന്താ പാസ് ചെയ്യേണ്ടത്? ഫസ്റ്റ് n എന്നുള്ള സ്ഥലത്ത് നമുക്ക് എന്താ വേണ്ടത്? സമ്മാണ് വേണ്ടത്. d എന്നുള്ള സ്ഥലത്ത് നമ്മൾ ആ വെറുതെ നിൽക്കുന്ന i വേരിയബിൾ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേരിയബിൾ ലാഭിക്കാമല്ലോ. നമ്മുടെ സമ്മും ഐയും നമ്മൾ അതിലോട്ട് പാസ് ചെയ്ത്. ഇപ്പം ഈ ഒരു ഫംഗ്ഷനെ വർക്ക് ചെയ്തതിന് ശേഷം സമ്മിൻ്റെ വാല്യൂയും ഈ ഐൻ്റെ വാല്യൂയും അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഐയിലുണ്ടാവും എന്ത്? സം ഓഫ് ഡിജിറ്റ്സ്. ഐ എന്നുള്ള വേരിയബിളിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രിൻ്റ് ചെയ്യാം.
നമുക്ക് എന്ത് ചെയ്യുക, സം ഓഫ് ഡിജിറ്റ്സ്. സം ഓഫ് ഡിജിറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യുക, പ്രിൻ്റ് ചെയ്യാം. എന്താ പ്രിൻ്റ് ചെയ്യണ്ടേ? ഐ ആണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. കാരണം എന്താ, നമ്മൾ സമ്മിനെ പാസ് ചെയ്ത് സമ്മിനെ നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ട് നിന്ന് എന്നിട്ട് നമ്മൾ ആ ഐയിലോട്ടാണ് സ്റ്റോർ ചെയ്തത്. കാരണം ഇവിടെ നമ്മൾ ഡിയിലോട്ടാണ് സ്റ്റോർ ചെയ്തത്. ഡിയിലാണല്ലോ സം ഓഫ് ഡിജിറ്റ്സ് ഉള്ളത്. ഡീൻ്റെ സ്ഥലത്ത് നമ്മൾ എന്താ ഇവിടെ കൊടുത്തത്, ഡീൻ്റെ സ്ഥലത്ത് ഐ ആണ് കൊടുത്തത്. അപ്പോൾ ഈ സമ്മിനെ വലിയ ഡിവൈഡ് ചെയ്ത് 0 ആക്കും, അതിൻ്റെ സമ്മെല്ലാം കൂടി എടുത്തിട്ട് ഐയിലോട്ട് ഇടും. നമ്മൾ അതിനെ ഇവിടെ പ്രിൻ്റ് ചെയ്ത്. സോ നമുക്ക് സം ഓഫ് ഡിജിറ്റ്സ് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഫാക്ടോറിയലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ള ഒരു കോഡ് ഇതാണ്. ഈ ഫാക്ടോറിയൽ എന്താവണം, നമുക്ക് ഒരു വേർഡ് ഫംഗ്ഷൻ എഴുതിയാൽ മതി. മാത്രമല്ല ഈ ഫാക്ടോറിയൽ എന്തിൻ്റെ ഫാക്ടോറിയലാണ് നമുക്ക് കാണേണ്ടത്? ഇപ്പോൾ ഇവിടെ ഐ എന്നുള്ള വേരിയബിളിൻ്റെ ഫാക്ടോറിയലാണ് കാണേണ്ടത്. കാരണം ഐയിലാണ് സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് സം ഓഫ് പ്രൈം നമ്പേഴ്സ് ഓഫ് ഇൻ ദിസ് അറേ ഉള്ളത്. സോ നമുക്ക് ഈ ഫാക്ടോറിയലിനൊരു വേർഡ് ഫംഗ്ഷൻ ഇതാ. വേർഡ് ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കോൾ ബൈ റെഫറൻസിൽ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഫാക്റ്റ് എന്ന് മതി, വെറുതെ പേര് എഴുതി ഇതാക്കേണ്ട. നമുക്ക് 2 കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്യണം. ഓക്കെ, ഒരു ഇൻറ്റ് ഐയും ഒരു ഇൻറ്റ് ഫാക്റ്റും നിൽക്കട്ടെ. ഇൻറ്റ് ഫാക്റ്റിലോട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഫാക്ടോറിയൽ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാം, ഫാക്റ്റ് ഈക്വൽ ടു 1 കൊടുക്കുക. കാരണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മളിവിടെ സമ്മ ചെയ്ത്, അപ്പോൾ നമ്മളിവിടെ 0 കൊടുത്ത് മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 1 കൊടുക്കണം. ഇനി നമുക്ക് വൈൽ ലൂപ്പ് ഇടാം. ഇതും നമ്മൾ ഫോർ ലൂപ്പിലാണ് ചെയ്യുക, പക്ഷേ മനസ്സിലാവാൻ വേണ്ടിയിട്ട് വൈൽ ലൂപ്പ് ചെയ്യുകയാണേ. ഇത് ഫോർ ലൂപ്പിലാണ്, ഇതും സം ഓഫ് ഡിജിറ്റ്സും നമ്മൾ ഫോർ ലൂപ്പിലാണ് ചെയ്യുക. കാരണം നമ്മളെ കോഡ് വളരെ നീറ്റായിരിക്കും, മനസ്സിലാവാനും സുഖമായിരിക്കും. അപ്പോൾ നമുക്ക് ഫാക്ടോറിയലിലോട്ട് എന്താ പ്രിൻ്റ് ചെയ്യേണ്ടത് നോക്കാം. എന്താണ് അസൈൻ ചെയ്യേണ്ടത് നോക്കാം. ഫാക്ടോറിയലിലോട്ട് ഈ എഫ് എന്നുള്ള വേരിയബിൾ ഇൻറ്റു ഐ എന്നുള്ള വേരിയബിൾ പ്രിൻ്റ് ചെയ്താൽ മതി, അസൈൻ ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ ഐ എന്ന് പറഞ്ഞ വേരിയബിളിലാണ് എന്തുണ്ടാവുക, നമുക്ക് ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ള നമ്പർ ഉള്ളത്. ഓക്കെ, ഐ ഗ്രേറ്റർ ദാൻ 1 ആവുന്നിടത്തോളം കാലം, എന്ന് വെച്ചാൽ I2 വരെ. ഇപ്പോൾ I3 ആണെങ്കിൽ I3ലും I2ലും ഈ ഒരു സംഭവം വർക്ക് ചെയ്യും. അപ്പോൾ ഫാക്റ്റ് ഇൻറ്റു 3, അപ്പം ഫാക്റ്റിൻ്റെ വാല്യൂ ഇപ്പോൾ 3 ആവും. പിന്നെ ഫാക്റ്റ് ഈക്വൽ ടു 3 × 2, പിന്നെ 1 ആകുമ്പോഴത്തേന് ഈ ഒരു കണ്ടീഷൻ തെറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ I- കൊടുക്കാം. ഞാൻ പിന്നെയും പറയണം, നമ്മളിത് വൈൽ ലൂപ്പിൽ എഴുതുന്നത് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഒറ്റ ലൈനിൽ എഴുതാനേ ഉള്ളൂ ഈ ഒരു ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഫാക്ടോറിയൽ എന്നുള്ള ഒരു പ്രോഗ്രാമോ എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫാക്ടോറിയലിനെ ഇവിടെ കോൾ ചെയ്യേണ്ടത് നമ്മളെ മെയിൻ ഫംഗ്ഷനിൽ. സോ നമുക്ക് മെയിൻ ഫംഗ്ഷനിൽ ഫാക്ടോറിയലിനെ കോൾ ചെയ്യാം. ഫാക്റ്റ് എന്നല്ല ഫംഗ്ഷൻ്റെ പേര്, യെസ് ഫാക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫാക്റ്റ് ഓഫ് എന്താ നമുക്ക് പാസ് ചെയ്യേണ്ട ഫാക്റ്റിലോട്ട്. ഫസ്റ്റ് നമ്മൾ ഏത് വാല്യൂ എടുക്കേണ്ടത്, ഐ എന്നാണ് വാല്യൂ എടുക്കേണ്ടത്. ഓക്കെ, ഐൻ്റെ അഡ്രസ്സ് പാസ് ചെയ്ത് പിന്നെ നമുക്ക് സമ്മിൽ എന്നുള്ള വേരിയബിളിലോട്ടാണ് സംഭവങ്ങൾ ഫാക്ടോറിയൽ അസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സം എന്നുള്ള വേരിയബിൾ പാസ് ചെയ്തു. ഇനി നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ എവിടെ ഉണ്ടാവുക, ഫാക്ടോറിയൽ സം എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളാണ് ഈ ഒരു ഫാക്ടോറിയൽ ഉണ്ടാവുക. നമുക്ക് ഫാക്ടോറിയൽ അടിക്കാം. ഫാക്ടോറിയൽ ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കോളനൊക്കെ ഇട്ട് എഴുതാം. എവിടെയാണ് നമ്മൾ ഫാക്ടോറിയൽ സേവ് ചെയ്തിട്ടുണ്ടാവുക, സം എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിൽ. ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ 2 സ്ലാഷും കൊടുക്കുന്നുണ്ട്, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തപ്പോൾ നമ്മൾ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് റിട്ടേൺ 0 അടിക്കാം. അത് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ പ്രോഗ്രാം ഫ്ലോ എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു. നമ്മൾ ട്രാവേഴ്സ് ചെയ്യും, സം ആണോ എന്ന് നോക്കും. കാരണം ഈസ് പ്രൈം എന്നുള്ള വാല്യൂ പ്രൈം നമ്പർ ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, പ്രൈം നമ്പർ അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. പ്രൈം നമ്പർ ആണെങ്കിൽ സമ്മിലോട്ട് ആ നമ്പർ ആഡ് ചെയ്യും, പ്രൈം നമ്പർ അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യും. അങ്ങനെ ഈ അറയിലുള്ള എല്ലാ എലമെൻസിനെയും നമ്മൾ ട്രാവേഴ്സ് ചെയ്യും. അതിൻ്റെ ശേഷം നമ്മൾ സമ്മ് പ്രിൻ്റ് ചെയ്യും. സമ്മ് പ്രിൻ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സം ഓഫ് ഡിജിറ്റ്സിലോട്ട് ഈ സമ്മും ഐയും കൊടുക്കും. ഈ സമ്മിൻ്റെ സം ഓഫ് ഡിജിറ്റ്സ് നമ്മൾ ഐ എന്നുള്ള വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ ഐ പ്രിൻ്റ് ചെയ്യും. ഇപ്പോൾ ഐയിലാണ് എന്തുള്ളത്, സം ഓഫ് ഡിജിറ്റ്സ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഐനെയും സമ്മിനും ഇങ്ങോട്ട് ഫാക്ടോറിയലിലോട്ട് പാസ് ചെയ്യും. എന്നിട്ട് ഐൻ്റെ ഫാക്ടോറിയൽ നമ്മൾ സം എന്നുള്ള വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് നമ്മൾ സമ്മ് പ്രിൻ്റ് ചെയ്യും.
നമ്മൾ എന്തിനാണ് ഈ ഒരു 2 വേരിയബിൾ വെച്ചിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് മെമ്മറി കുറയ്ക്കണമെന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളിവിടെ ആകെ 2 മെമ്മറിയെ യൂസ് ചെയ്തിട്ടുള്ളൂ, ഒരു സമ്മും ഒരു ഐയും. പിന്നെ നമ്മൾ ഇവിടെ ഒരു വേരിയബിളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 വേണമെങ്കിലും പറയാം. പക്ഷേ ഇത് ഒരു ഫോർ ലൂപ്പ് കഴിയുന്നവർ ഈ ഒരു ഫസ്റ്റ് സ്ഥലത്ത് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ ആ മെമ്മറി റിമൂവ് ആവും. ഓക്കെ, നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ബേസ് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. ഓക്കെ, GCC base.c b എന്ന് കൊടുക്കാം. ഓക്കെ, വർക്ക്ഷോപ്പ്. ഓക്കെ, കോമ്പറ്റീഷൻ എന്നുള്ളൊരു ഫോൾഡറിലാണ് ഇപ്പോൾ ഇതുള്ളത്. ഓക്കെ, ./b കൊടുത്തു. കണ്ടോ, നമുക്ക് സം ഓഫ് പ്രൈം നമ്പേഴ്സ് 7000 കിട്ടി, സം ഓഫ് ഡിജിറ്റ്സ് 7 കിട്ടി, ഫാക്ടോറിയൽ 5040 കിട്ടി. ഇതാണ് നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട്, ഇതാണ് കോഡ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും